വ്യൂസ് ഓഫ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അബുദാബിയിലെ ആദ്യത്തെ ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ കാണുന്നതാണ് കോയിൻ ബിൽഡിങ്. അബുദാബിയിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ആ കോയിൻ്റെ ഷേപ്പ് വരുന്നതുകൊണ്ടാണ് ആ ബിൽഡിങ്ങിന് ആ പേര് വരുന്നത്. ടൂറിസം മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങളാണ് അബുദാബിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാൻഡ് മോസ്ക് ഉള്ളത് നമ്മുടെ അബുദാബിയിലാണ്. ആ ടൂറിസ്റ്റ് സ്ഥലം കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അബുദാബി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ഇതാണ് ആ മുസ്ലിം പള്ളി. ഒരുപാട് വിശേഷങ്ങൾ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് പറയാനുണ്ട്. നമ്മളവിടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. 6 നമ്പർ ഗേറ്റ് വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നത്. മനോഹരമായ പൂന്തോട്ടങ്ങളും ഈന്തപ്പനകളും കൊണ്ട് റോഡ് വളരെ മനോഹരമാണ്. അബുദാബിയിലായാലും ദുബായിലായാലും ഏതൊരു ടൂറിസ്റ്റ് സ്ഥലം വിഭാവനം ചെയ്യുമ്പോഴും അവരത് പ്ലാൻ ചെയ്യുമ്പോഴും അവർ എത്ര തിരക്ക് വന്നാലും എൻട്രൻസും എക്സിറ്റിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത്രയും ഏരിയ എടുത്തുകൊണ്ടാണ് അവരത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കും. ലോകസഞ്ചാരികൾ അബുദാബിയിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. അങ്ങ് അകലെ കാണുന്നതാണ് നമ്മൾ എത്തേണ്ട സ്ഥലം. നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്നാണ്. ഈ 2 ഹൈവേയും പാർക്കിംഗ് കഴിഞ്ഞ് ഈ കോഴിമുട്ട പോലെ ഷേപ്പുള്ള ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ അണ്ടർഗ്രൗണ്ട് വഴിയാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ അവർ എത്രമാത്രം പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ ടൂറിസ്റ്റ് സ്ഥലം പ്ലാൻ ചെയ്യുന്നതും മനസ്സിലായില്ലേ. അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും അവരുടെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും വീൽ ചെയറിൽ വരുന്നവരാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും അവർ ഒരുക്കിയിട്ടാണ് അവരെ ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഏതൊരു ടൂറിസ്റ്റ് സ്ഥലത്തിനോടൊപ്പം ചെറിയൊരു മാളിൻ്റെ ഒരു സെറ്റപ്പ് കൂടി അവർ ചെയ്തിട്ടുണ്ടാവും. ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് എങ്ങനെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റും അതുപോലെയൊക്കെ അവർ അവിടെ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലൊരു സ്ഥലമാണ്. ഇതൊരു സ്പേസിൻ്റെ ഒരു മാതൃകയിൽ ചെയ്തിരിക്കുന്നതാണ്. ഒരു വലിയൊരു ഹാള്. ആ ഹാളിൻ്റെ ഫ്ലോറ്, റൂഫ്, അതുപോലെ തന്നെ ഫുള്ള് ലൈറ്റും സൗണ്ടും വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടക്കുന്നതെല്ലാം എന്ന് പറയുക ഒരു പ്രത്യേക ഒരു ഗാലക്സി ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നടക്കുമ്പോഴെല്ലാം ഈ ഗാലക്സിയുടെ റിഫ്ലക്ഷൻസ് വന്നുകൊണ്ട് വല്ലാത്തൊരു അനുഭവമായിരുന്നു നമുക്കത് ഉണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാവുന്നതും വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ് അവിടെ നമുക്ക് ഒരു അനുഭവം കിട്ടിയത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും അപ്പച്ചനും അമ്മച്ചിക്കും എല്ലാവർക്കും ഒരേപോലെ ഒരു വലിയൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ഷോ. ലോകസഞ്ചാരികളെ ആകർഷിക്കുന്ന ദുബായിൽ ഓരോ ടൂറിസ്റ്റ് സ്ഥലത്തിലും അവരെന്തൊക്കെ ഡ്രസ് കോഡ് മാനേജ് ചെയ്യണം, എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് അവരവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ മഹത്തായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്ഥലം നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ തന്നെ എലിസബത്ത് രാജ്ഞിയും എല്ലാം വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും മഹത്തമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് അത് വന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് നമുക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. അബുദാബി ദുബായ് എന്ന് പറയുമ്പോൾ വേൾഡ് റിച്ചസ്റ്റ് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്ര കോസ്റ്റ് ആയാലും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസിങ് നടക്കും. നമ്മളിതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജോക്കുട്ടനും ജോഷും ജോബും അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും വളരെ എക്സൈറ്റിങ്ങോട് കൂടിയിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും. അതെന്നെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ അവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഇഞ്ച് സ്ഥലം പോലും അവർ വെറുതെ കളയില്ല. ഏതൊരു സ്ഥലത്തും അവരെങ്ങനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പുതിയതായിട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ കാണിക്കാൻ പറ്റുന്നു അതൊക്കെ അവർ ചെയ്യും. അത് ഗാർഡനിലാണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും. നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ. ആ കാണുന്ന ബിൽഡിംഗ് എപ്പോഴെങ്കിലും കണ്ടുണ്ടോ? ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ട് വഴി നമ്മളിപ്പോൾ ഗ്രാൻഡ് മോസ്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ഗ്രാൻഡ് മോസ്ക് കാണാനായിട്ട് നമ്മൾ നീങ്ങാൻ പോവാണ്.
12 കൊല്ലം കൊണ്ടാണ് ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. 1995 തുടങ്ങിയ വർക്ക് ഫിനിഷായത് 2007 വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ 3-ാം സ്ഥാനമാണ് ഗ്രാൻഡ് മോസ്കിനുള്ളത്. 2010 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ വിശ്വ സാഹോദര്യത്തിൻ്റെ മെസ്സേജാണ് ഗ്രാൻഡ് മോസ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടൂറിസ്റ്റ് സ്ഥലം ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത്. പാപ്പനും ചോക്കണ്ണും ആദ്യമേ തന്നെ കുറച്ച് ഓടി നടന്നു വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഒരുപാട് സമയം എടുത്തിട്ടാണ് അവർ ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ അവർ കാണിക്കുന്ന ശ്രദ്ധയാണ് നമുക്ക് ഏറ്റവും ദുബായിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. അവിടെ ഫൗണ്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. വൈകുന്നേരങ്ങളിൽ നമ്മൾ ലൈറ്റ് വിത്ത് വാട്ടർ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ വളരെ മനോഹരമായ കാഴ്ചയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ പകൽ വന്ന കാരണം ജസ്റ്റ് മിസ്സായി പോയെന്ന് തന്നെ പറയാം. ലോകസഞ്ചാരികളുടെ കണക്കെടുത്തതിൽ ലോകത്തിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് മോസ്ക്. അതുപോലെ തന്നെ 3-ാം റാങ്കും കൂടിയിട്ടാണ്. അത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. ആ കാഴ്ചകൾ വ്യൂസ് ഓഫ് ജോ എന്ന ചാനൽ വഴി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. $545 മില്യൺ ചെലവഴിച്ചിട്ടാണ് ഈ ഗ്രാൻഡ് മോസ്ക് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര അധികം പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അത് സസ്പെൻസാണ്. ഈ വീഡിയോയിൽ തന്നെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ്. 40,000-ഓളം ആളുകൾക്ക് ഒരേ സമയം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൺപത്തിരണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മിന്നാരങ്ങളും മകുടങ്ങളാണ് ഈ ഗ്രാൻഡ് മോസ്കിനുള്ളത്. അതേപോലെ തന്നെ വളരെ വിലപിടിപ്പുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലുണ്ട്. അതിൽ വളരെ ചെറിയ ഒന്നാണ് ഈ കാണുന്നത്. എത്ര മനോഹരമായ രീതികളിലാണ് അവർ ഓരോ ഭിത്തികളും അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതും അവരവിടെ ആർട്ട് വർക്ക് നടത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ വിൻഡോസ് ക്രമീകരിച്ചിട്ടുള്ളതെല്ലാം. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് താജ്മഹൽ. അതിനേക്കാളും മനോഹാരിത നമുക്കിവിടെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും വലിയ ലൈറ്റ്, ഇത്രയും ഭംഗിയുള്ള 3 ലൈറ്റുകൾ അത് ഒരേ നിരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. എത്ര കോടികൾ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കൂടി പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ലോക്ക് എന്താണെന്ന് പിടുത്തം കിട്ടില്ല. ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ആളുകളെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ ഓപ്പൺ എയർ വാഹനത്തിൽ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അവർ എത്തിച്ചേരുന്നതായിരിക്കും. ഈ ഓപ്പൺ എയർ ആയതുകൊണ്ടും ഇതൊരു പ്രത്യേക ഒരു ഫീലാണ് ഇങ്ങനെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട്. എയർപോർട്ടിനുള്ളിൽ 1 ടൈം ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഓപ്പൺ എയറിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. പിള്ളേരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. എൻ്റെ സുഹൃത്തിൻ്റെ മോളും അമ്മയും ഞങ്ങളുടെ കൂടെ ഈ യാത്രയിലുണ്ടായിരുന്നു. വളരെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഫസ്റ്റത്തെ അബുദാബിയിലെ എക്സ്പ്ലോറിങ് ഞങ്ങൾ തകർത്തു എന്ന് തന്നെ പറയാം. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നിപ്പോൾ നമ്മൾ പല പല സ്ഥലങ്ങളിൽ കണ്ട കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഇത്രയും മനോഹരമായ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്താൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അബുദാബിയിലെ മറ്റൊരു അടിപൊളി സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.